കൊച്ചിയിലെ തിരക്കേറിയ മാർക്കറ്റ് റോഡിൽ സ്നേഹത്തോടെ മക്കൾക്ക് ബദാം ഷേക്ക് വാങ്ങിക്കൊടുക്കുന്ന പിതാവ്. ആർത്തിയോടെ ഓടിയെത്തി 10 രൂപയ്ക്ക് ഷേക്ക് കുടിക്കുന്ന മറ്റൊരു ബാലൻ. ബദാം ഷേക്ക് പതിവാക്കിയ വഴിയോര കച്ചവടക്കാരൻ. എങ്ങനെയുണ്ട് ഇതിന്റെ രുചി? നല്ല രുചിയാണോ? നല്ല മധുരമുണ്ടോ ബദാം മിൽക്കിന്? ഇതിന്റെ രുചി എങ്ങനെയാ? നഗരത്തിലുടനീളം ഉന്തുവണ്ടികളിൽ വിൽക്കുന്ന ബദാം ഷേക്ക് ആരാണ് ഉണ്ടാക്കുന്നത്? എവിടെയാണത് നിർമ്മിക്കുന്നത്? കച്ചവടക്കാരനായ വടക്കേന്ത്യൻ ബാലനോട് ഞങ്ങൾ ചോദിച്ചു. कचेरी में कितना है? इधर थाने के इधर रास्ता जाता है। वहाँ कैसे बनाता है? वो दूध से बनाता है। मेरे को इतना मालूम नहीं है, क्या मैं तो सोता हूँ रात में बना आप सोने के समय बनाते हैं क्या? नहीं, सुबह बनाते हैं, जल्दी 5 बजे बनाते हैं। കച്ചേരിപ്പടിക്കടുത്ത് മാധവ ഫാർമസിയിലെ കെട്ടിടം അന്വേഷിച്ച് ഞങ്ങൾ ഇറങ്ങി. ഇവിടെയാണ് ബദാം ഷേക്ക് ഉണ്ടാക്കുന്നത്. അടയാളങ്ങൾ പറഞ്ഞതനുസരിച്ചു കയറി ചെന്നു. പൊട്ടിപ്പൊളിഞ്ഞൊരു കെട്ടിടം. മുറ്റത്ത് നിരവധി അന്യസംസ്ഥാന തൊഴിലാളികൾ ബദാം ഷേക്ക് ഉണ്ടാക്കുകയാണ്. ചിലർ ഉന്തുവണ്ടികളിലെ പാത്രങ്ങളിൽ നിറയ്ക്കുന്നു. ഇനി ഈ ദൃശ്യങ്ങൾ കാണുക. മലിനജലം കെട്ടിക്കിടക്കുന്ന മുറി. ഷേക്കിൽ ചേർക്കാനുള്ള ഐസ് ഒലിച്ചിറങ്ങി തളം കെട്ടിയതാണ്. കൊതുകും കൂത്താടിയും പുഴുക്കളും നുരയ്ക്കുന്നു. തൊട്ടടുത്തായി മൈദ കലക്കിയ വെള്ളത്തിൽ ബദാം നിറയ്ക്കുന്ന തൊഴിലാളി. പഞ്ചസാര നിറയ്ക്കുന്നതിനുള്ള തൊട്ടിയും തൊട്ടടുത്തുണ്ട്. ഐസും മൈദയും കുറച്ചു പാലും ഒരുമിച്ചിട്ട് കലക്കുന്ന മുറ്റത്തെ കുഴിയാണിത്. ഷേക്കിൽ ചേർക്കാനുള്ള ഐസ് മുറ്റത്തെ ചാക്കിൽ കിടക്കുന്നു. വൃത്തിഹീനമായ ഈ കെട്ടിടത്തിലെ കുടുസുമുറിയിൽ താമസിക്കുന്ന 15 രാജസ്ഥാൻ തൊഴിലാളികളാണ് കൊച്ചി നഗരത്തിലെങ്ങും ബദാം ഷേക്ക് ഉണ്ടാക്കി വിൽക്കുന്നത്. നിങ്ങളുടെ മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഒക്കെ തന്നെ ഈ ബദാം മിൽക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം, എത്ര വൃത്തിഹീനമായ സാഹചര്യങ്ങളിലാണ് അവ ഉണ്ടാക്കുന്നതെന്ന്. ക്യാമറാമാൻ ധനേഷ് പയ്യന്നൂരിനൊപ്പം കൊച്ചിയിൽ നിന്ന് ജോഷി കുര്യൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.